നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് കർക്കിടക വാവിനെക്കുറിച്ചാണ്. ഒരു തീർത്ഥയാത്രയോ ഒരു ദീപം വയ്ക്കലോ പോലെ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ മനസ്സിൽ നിറയുന്ന ദിവ്യദിനമാണ് കർക്കിടക വാവ്. ഭൂമിയിലെ ഏറ്റവും ശക്തമായ കർമ്മഫല ദിവസങ്ങളിലൊന്നാണ് കർക്കിടക വാവ്. കൃഷ്ണപക്ഷത്തിലെ അമാവാസ്യയായ ഈ ദിവസം പിതൃക്കൾക്കു വേണ്ടി പ്രത്യേക ബലിതർപ്പണം അർപ്പിക്കുന്നത് ദീർഘകാല സമ്പ്രദായമാണ്. ഈ ദിവസം പിതൃക്കൾ ഭൂമിയിൽ വന്ന് രക്ഷയും അനുഗ്രഹവും നൽകുന്നു എന്നതാണ് വിശ്വാസം. കർക്കിടക വാവിൻ്റെ ഉദ്ഭവം നമ്മെ മഹാഭാരതത്തിലേക്ക് കൊണ്ടുപോകുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ വനവാസത്തിൽ കഴിയുമ്പോഴാണ് ഈ കർമ്മത്തിൻ്റെ മഹത്വം കൃഷ്ണൻ വിശദീകരിക്കുന്നത്. പിതൃക്കൾക്കായി അർപ്പിക്കുന്ന ദർപ്പണവും അന്നദാനവും ദീപാർച്ചനയും ഈ ദിവസം സഹസ്ര ഗുണഫലം നൽകും. ഏറ്റവും ഭക്തിപൂർവം ഇതവതരിപ്പിച്ചാൽ മുജ്ജന്മങ്ങളിലെ പാപങ്ങളും കുടുംബത്തിലെ ദോഷങ്ങളും അലിഞ്ഞു പോകുന്നു. കടൽക്കരയിലോ നദീതീരത്തോ നമ്മുടെ മനസ്സിൽ ആദരവോടെ ഈ കർമ്മം ചെയ്താൽ അത് അവരിലേക്ക് എത്തും. ഇത് വെറും ഒരു ആചാരമല്ല, ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു മനുഷ്യൻ്റെ കടമയാണ് തൻ്റെ പിതൃക്കൾക്കായി. അവർ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ സ്വരത്തിൽ, നമ്മുടെ കണ്ണുനീരിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥന അവരുടെ ആത്മാവിനെ സാന്ത്വനപ്പെടുത്തുന്നു. നമുക്ക് ഓരോരുത്തർക്കും പ്രകടിപ്പിക്കാൻ, ഒരു ബന്ധം പുതുക്കാൻ, ഒരു ദീപം തെളിയിക്കാൻ, ഒരു ഹൃദയം തുറക്കാൻ അവസരമാകട്ടെ ഈ കർക്കിടക വാവ്. അവരുടെ അനുഗ്രഹം നമ്മിൽ തെളിയട്ടെ, ഒരു ദീപം പോലെ, ഒരാശംസ പോലെ. കൂടുതൽ ആത്മീയ അറിവിനായി സബ്സ്ക്രൈബ് ചെയ്യൂ ആത്മജ്യോതി. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.